ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ 7:30 മണിയായി. അപ്പോൾ ലണ്ടനിലെ സിറ്റി ടൂറിന് പോവുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്ന് കുറച്ച് ദൂരം നടക്കാനും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഇറങ്ങണം, ട്രാഫിക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇന്ന് ചെക്കൗട്ട് ചെയ്യണില്ല, ഇന്നും കൂടി ഉണ്ട് ഇവിടെ. നാളെയാണ് ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ലണ്ടൻ സിറ്റി ടൂറിന് ഇറങ്ങിയിട്ടാണ് ബസ്സിൽ കയറി. സിറ്റിയിലെത്തി കുറച്ച് നടക്കും. ഞങ്ങൾക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നത്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് സിറ്റിയിൽ. ഓൺ ദ വേ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ. അപ്പോൾ ഞങ്ങൾ വാക്സ് മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നല്ല വാക്സ് മ്യൂസിയം അതിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തിരക്കാട്ടോ. വാക്സ് മ്യൂസിയത്തിലേക്ക് എൻട്രി ചെയ്തു. ഫസ്റ്റ് എൻട്രി ചെയ്യുന്നു. കുറച്ച് സമയം എടുക്കും. അതെ, ഐശ്വര്യറായി വെച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റണില്ല. ഭയങ്കര തിരക്കട്ടോ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. മ്യൂസിക്കും പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതൊന്നും അവര് നമ്മളെ അടുത്ത് പോയിട്ട് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ അവരുടെ ക്യാമറയാണ് എടുക്കാൻ പാടുള്ളൂ. ചാർജ് ഉണ്ട് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതായ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് കേട്ടോ. ഞങ്ങള് വാക്സ് മ്യൂസിയം കണ്ടിറങ്ങി. അടിപൊളിയായിരുന്നു. കുറെ കാണാണ്ട് കേട്ടോ. ഇത്രയും സമയമൊന്നും പോരാ കാണണമെങ്കിൽ. ഇതിപ്പോ ഞങ്ങൾക്ക് 1 മണിക്കൂറാണ് സമയം തന്നത്. പക്ഷെ മാക്സിമം കണ്ടു കേട്ടോ. മാക്സിമം എൻജോയ് ചെയ്തു. ഓടി ഓടി നടന്ന് കണ്ടു എന്ന് മാത്രം. ഇറങ്ങാൻ പറ്റില്ല. അതെ, അധികം നേരം നമുക്ക് നിന്ന് കുറെ നേരം നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും. നമ്മൾ ഓടി ഓടി നടന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. അപ്പൊ ഇനി ഇവിടുന്ന് ഞങ്ങള് പോവാണ്. എല്ലാവരും തിരിച്ചു പോകുന്ന, എല്ലാവരും വണ്ടിയിൽ കയറാണ്. ഭയങ്കര സ്പീഡാണ്. Isn't it? Yeah. They're people from Mumbai. You have Victoria Terminal station and London Terminal in Mumbai. But now change the name. Now look now they change the name. All right, look here. This is the hotel Victoria. They have the statue of Queen Victoria. She opened this hotel. അങ്ങനെ നമ്മൾ ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകാം കേട്ടോ. ബക്കിംഗ്ഹാം പാലസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവിടെയാണ് കിങ്. നമ്മുടെ ലോർഡ്സ് ഓവൽ സ്റ്റേഡിയം വന്നു. സ്റ്റേഡിയം ലണ്ടനിലെ രണ്ടാമത്തെ വലുത് കേട്ടോ. ലോർഡ്സ് ആണ് ആദ്യത്തെ ഏറ്റവും വലുത്. ഇത് കിയ ഓവൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ കിയാണ് കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ്. അതാണ് കിയ ഓവൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് കേട്ടോ. ഇതിവിടെ രണ്ടാമത്തെ ഏറ്റവും വലുതാണ്. ഏറ്റവും വലിയ ലോർഡ്സാണ്. അവിടെ ഇപ്പോൾ പല വലിയ വലിയ കളി നടക്കുന്നുണ്ട്. അങ്ങോട്ട് എല്ലാം ഇവിടെ കേരളത്തിൽ നിന്ന് വന്നവരാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഫുള്ള് എല്ലാ ഓവൽ സ്റ്റേഡിയത്തിൽ
ഇന്ന് ക്രിക്കറ്റ് ഉണ്ട്. ഇത് ഇംഗ്ലണ്ടിൽ ഓവൽ സ്റ്റേഡിയത്തിൽ ഞങ്ങളിരുന്ന് കളി കാണാനാണ്. ഇപ്പോൾ ശരി ഹാംഷയർ 2 ക്ലബ്ബ് ടീമാണ് ഇവിടെ കളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളിന്ന് വന്ന ദിവസം ഈ കളി കാണാൻ പറ്റി. ഇപ്പോൾ അവിടെ കളി നടക്കുന്നുണ്ട്. ഇതുവരെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും പോയിരുന്ന കളി കണ്ടിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ ഇപ്പോൾ ലണ്ടനിൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ കളി കാണാൻ, ഈ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണാൻ പറ്റുന്നത്. മറ്റേ നമ്മൾ ടി വിയിൽ ഇരുന്നിട്ടല്ലേ കളി കാണാൻ. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായിേ. സൈൻ ചെയ്തിട്ടുണ്ട്. സൈൻ ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു പഴയ ക്രിക്കറ്റ് ബാറ്റ് കേട്ടോ. ഈ ഹോക്കി സ്റ്റിക്ക് പോലത്തെ ആയിരുന്നു പഴയത്. 1729. ഇതാണ് ലണ്ടൻ ഐ. ഇവിടെ നിന്നാൽ ലണ്ടൻ ഫുള്ള് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഈ ക്യാപ്സൂളിൻ്റെ ഉള്ളിൽ കയറും, മറ്റേത് മെല്ലെ മെല്ലെ കറങ്ങും. അതിൽ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇത് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. അങ്ങനെ ഇതാണ് ഇങ്ങനെ ഈ ക്യാപ്സൂളിൽ കയറും. ഇത് മെല്ലെ 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 സ്ലോലി മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ലണ്ടൻ സിറ്റി കേട്ടോ. ഇതൊക്കെ തന്നെയാണ്. ലണ്ടൻ ഫുള്ള് കണ്ടു അല്ലേ? ഒന്ന് വിചാരിക്കാം. നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് ലണ്ടൻ ഐ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കസിൻ്റെ കൂടെ ജ്യേഷ്ഠൻ്റെ മകൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടില് അല്ല ഇവരെ കണ്ടിട്ടുണ്ടാവും. രാഹുല്, ശ്രീകുട്ടി ഇതാ നിൽക്കണു. നമ്മുടെ അമ്മുണ്ണി. ഹായ്. ഇല്ല ഇവന്ന് കാണുന്നു വിചാരിച്ചിട്ടില്ല. അതായിരുന്നു സന്തോഷം. അപ്പൊ ഞങ്ങള് വരെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവര് അങ്ങനെ അങ്ങോട്ട് ഹോട്ടലിലേക്ക് പോയി. അപ്പൊ ഞങ്ങളൊന്ന് ഇവിടെ കറങ്ങാൻ വന്നു. നാളെ രാവിലെ ഇപ്പൊ ഇവിടുന്ന് പോവും, ഫ്രാൻസിലേക്ക് പോവും. അപ്പൊ പിന്നെ 1 മണിക്കൂർ നമുക്കൊന്ന് കറങ്ങാം. ഒരു വീട്ടിലേക്ക് പോകാൻ കുറച്ച് നേരം പിടിക്കും. ഓക്കെ ഹലോ, ഹൗ ആർ യു? Good. You know സ്വപ്ന ചേച്ചി? സ്വപ്ന മാം വല്യമ്മ. ബിഗ് ബാൻ അതിൻ്റെ അടുത്തുള്ളതായ ഈ പേരുടെ അടുത്തുള്ളതായ ചെറിയ ചെറിയ ഷോപ്പുകൾ കേട്ടോ. ബോംബെയിലത്തെ പോലെ ഇവിടെ ഉണ്ട് ഷോപ്പ്. ജാൻവിനെ കാണാം. അവിടെ നിൽക്കു പോയിട്ട്. ഹായ് ജാൻവി, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, കം വിത്ത് മീ. കം. ഇതാണ് ഇവിടുത്തെ ബിഗ് ബാൻ. എന്താണ് പേര് വരാന്നൊക്കെ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വായിച്ചിട്ട് വേണ്ടി വരും. ഇത് ഇവിടുത്തെ പാർലമെന്റ് കേട്ടോ, വെസ്റ്റ് മിനിസ്റ്റർ. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ പറ്റുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം ഇപ്പൊ സൗകര്യമായിട്ട് ഇപ്പൊ രാത്രി കറങ്ങി വെച്ചാൽ ഇവിടെ അവലുണ്ടാവുകൊണ്ടാണ്, കസിൻ ഉണ്ടാവുകൊണ്ടേ, ഏട്ടൻ്റെ മകൻ രാഹുല്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ എല്ലായിടത്തും കറങ്ങുന്നുണ്ട്. മറ്റേതിങ്ങനെ അവരെല്ലായിടത്തും കൊണ്ടുപോകും, പക്ഷെ ഇത്ര നേരം നടക്കില്ലേ, കാരണം അതൊക്കെ ഷെഡ്യൂളിലല്ലേ. ഫൗണ്ടൻ, ഈ ഫൗണ്ടന്റെ അടുത്ത് കാണുന്ന ആ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ആർട്ട് ഗാലറി കേട്ടോ, മ്യൂസിയം. അവര് ബാറ്ററി